വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ DYFI പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തുന്ന നവീകരണ പ്രവർത്തനം കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ രാഷ്ട്രീയ വൈരം മൂത്ത് ആ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്താനും അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസിൻ്റെ കള്ളപ്രചരണം തുറന്നു കാണിക്കാൻ വേണ്ടി DYFI തയ്യാറായപ്പോൾ DYFIക്കെതിരായി അപവാദ പ്രചരണവും നുണപ്രചരണവും നടത്തുന്ന ഒരു സമീപനം, ഒരു പ്രവൃത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇവിടെ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ആസ്തി വികസന ഫണ്ടും കായിക വകുപ്പിൻ്റെ ഫണ്ടും ഉപയോഗിച്ച് 1 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഗ്രൗണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കായിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം, എല്ലാ കാലവും ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയപ്പോൾ ആ പ്രവൃത്തി തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ച് പോലീസിൻ്റെ പിടിയിലാവുകയും തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രവൃത്തി നടത്താൻ അനുവദിക്കില്ല എന്ന വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ചെയ്തതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർ, വനിതാ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കൗൺസിലർ ഇത്തരത്തിൽ ഒരു നുണപ്രചരണം DYFIയുടെ ബ്ലോക്ക് ട്രഷററും നഗരസഭ കൗൺസിലറുമായിട്ടുള്ള AD അജിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു നുണപ്രചരണത്തിലേക്ക് കോൺഗ്രസ് കടന്നത്, അല്ലെങ്കിൽ ആ കൗൺസിലർ കടന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ വിഷയം DYFI എന്നുള്ള രീതിയിൽ ഈ വികസന പ്രവർത്തനം നടപ്പിലാക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു പ്രവൃത്തിയല്ല. അപ്പോൾ ഇത് നടപ്പിലാകുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ നുണപ്രചരണം ആരംഭിച്ചതാണ് കോൺഗ്രസ്. ടൗൺ കേന്ദ്രീകരിച്ചുള്ള 2 കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പണ്ട് DYFI ആണ് തടഞ്ഞത്, ഇപ്പോഴത്തെ MLA ആണ് തടഞ്ഞത്, ചെയർമാനാണ് തടഞ്ഞത്, ഇടതുപക്ഷക്കാരാണ് തടഞ്ഞത് എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി. അതിനെതിരെ DYFI വിശദമായി പ്രതികരിച്ചതാണ്. അങ്ങനെ എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയാൻ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ കഴിയില്ല, തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ ഉന്നയിക്കാനാകൂ. DYFI തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വികസന പ്രവൃത്തി, അല്ലെങ്കിൽ ഗ്രൗണ്ട് സംബന്ധിച്ചോ എന്ത് സംബന്ധിച്ചോ തന്നെ ആയാലും ഒരു വികസന പ്രവൃത്തി DYFI തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിവ് സഹിതം പറയണം എന്ന് പറഞ്ഞതിന് ഉത്തരമില്ല. പിന്നീട് പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വെള്ളക്കെട്ട് ഉണ്ടാവും, വീടുകളിലേക്ക് വെള്ളം കയറും, ഈ വികസന പ്രവർത്തനം നടപ്പിലായാൽ, ഗ്രൗണ്ട് ഉയർത്തിയാൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ടാകും എന്നുള്ള തെറ്റിദ്ധാരണജനകമായ വാർത്ത അല്ലെങ്കിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനമാണ് പിന്നീട് കണ്ടത്. മുമ്പത്തെ തടയലിനെ പറ്റി പിന്നീട് പറയുന്നില്ല. അപ്പം അത്തരത്തിൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. പിന്നീട് വിചിത്രമായ വാദങ്ങൾ, പുഴ നവീകരിച്ചതിന് ശേഷം, പുഴ ആഴം കൂട്ടിയതിന് ശേഷം മാത്രമേ ഗ്രൗണ്ട് നവീകരിക്കാൻ കഴിയൂ എന്നെല്ലാം പറഞ്ഞ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഈ വികസനം തടയുന്നത് അത് ജനങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ വ്യക്തിപരമായി ആക്ഷേപിക്കാനും DYFI നേതാക്കളെ അല്ലെങ്കിൽ DYFIയെ തന്നെ ആക്ഷേപിക്കാനുള്ള നുണപ്രചരണങ്ങളിലേക്ക് കിടക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഇത് ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള, വികസനം മുടക്കിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട കോൺഗ്രസ്, ആ കൗൺസിലർമാർ ഒരു സഹതാപം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാഴ് ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് DYFIക്ക് എതിരായിട്ടുള്ള, അതിൻ്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പിന്മാറണം എന്നുള്ളതാണ് DYFIക്ക് പറയാനുള്ളത്. ഈ ഗ്രൗണ്ടിൻ്റെ വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കണം. കോൺഗ്രസ് ഈ ആളുകളെ തിരുത്തുന്നതിനുള്ള സമീപനം സ്വീകരിക്കണം. അതല്ല, ഇത് തുടരാനാണ്, ഈ നുണപ്രചരണം ഇങ്ങനെ പൊതുസമൂഹത്തിൽ തുടർന്നുകൊണ്ട് ഒരു തെറ്റായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് DYFI എന്ന നിലയ്ക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ്
പറയാനുള്ളത്. നിലവിൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നേടുക? പിന്നെ വേറൊരു ഈ വനിതാ കൗൺസിലറുടെ ചിത്രം ഡിവൈഎഫ്ഐ അവരുടെ അനുമതി ഇല്ലാതെ പ്രചരിപ്പിച്ചു എന്നതാണ് ഒരു ആക്ഷേപം വരുന്നത്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ഡിവൈഎഫ്ഐ? നിലവിലെ കേസ് എന്ന് പറഞ്ഞാൽ ഈ നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തി, ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കേസ് ആണ് ആദ്യത്തെ കേസ്. ഒരു സർക്കാരിൻ്റെ പദ്ധതി തടസ്സപ്പെടുത്തുകയാണ്. കൗൺസിലർമാർ വന്നു നിന്ന് JCBയുടെ മുന്നിൽ വന്നു നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ ആ കേസ് വന്നപ്പോഴും പിന്നെ നമ്മൾ നടത്തിയ ഗ്രൗണ്ട് സംരക്ഷണ സംഗമത്തിൽ വ്യത്യസ്തമായ പ്രചരണം വന്നപ്പോൾ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കേസ് മാത്രമാണിത്. ഒരു ഫോട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നത് അത് മാധ്യമങ്ങൾക്ക് തന്നെ നൽകിയ ഫോട്ടോ, പത്രങ്ങളിൽ വന്ന ഒരു ഫോട്ടോ, അത് സെപ്റ്റംബർ 5 ഉണ്ടായതാണ്, പുതിയൊരു കാര്യമല്ല. അപ്പോൾ ആ ഫോട്ടോ പൊതുസമൂഹത്തിന് മുന്നിൽ അവർ തന്നെ പ്രചരിപ്പിച്ച ഒരു ഫോട്ടോ ആണ്. ഈ കോൺഗ്രസ് കൗൺസിലർമാർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പ്രചരിപ്പിച്ച ഒരു ഫോട്ടോ ആണത്. ഇപ്പോൾ അത് ഉന്നയിച്ച് ഈ ഗ്രൗണ്ട് സംരക്ഷണ സംഗമത്തിന് ശേഷം അത്തരം വാദങ്ങൾ ഉന്നയിച്ച് പരാതികളൊക്കെ ഉന്നയിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു സഹതാപം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണെന്നാണ് പറയാനുള്ളത്. പിന്നെ അവർ പങ്കെടുക്കാത്ത യോഗങ്ങളിൽ 3 യോഗങ്ങളുടെ മീൻസ് ആ യോഗങ്ങളുടേതല്ലാത്തത് പ്രചരിപ്പിച്ച് അവരെ ജനങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുള്ള ഒരു ആരോപണം ഡിവൈഎഫ്ഐക്കെതിരെ വരുന്നുണ്ട്. ഡിവൈഎഫ്ഐ അത്തരം പ്രചരണങ്ങൾ നടത്തുന്നില്ല. അവരാണ് വിചിത്രമായ വാദം. ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകണ്ടെന്നുള്ളതുകൊണ്ടാണ് അത് ചുരുക്കി പറഞ്ഞത്. അവർ വാദങ്ങൾ മാറ്റി വരികയാണ്. ആദ്യം പറഞ്ഞ പ്രചരണം ഡിവൈഎഫ്ഐ തടഞ്ഞു എന്ന പ്രചരണത്തിന് നമ്മൾ ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയില്ല. ഇപ്പോൾ പുഴ താഴ്ത്തിയിട്ട് ഗ്രൗണ്ട് നിർമ്മാണം നടത്താൻ കഴിയുമെന്നുള്ള വിചിത്രമായ വാദം പറയുകയാണ്. പിന്നെ പറഞ്ഞു ഇപ്പോൾ DPR ഞങ്ങൾക്ക് ലഭിച്ചില്ല, ഞങ്ങളോട് പറഞ്ഞില്ല, ഞങ്ങളോട് ആലോചിച്ചില്ല എന്നുള്ള പ്രശ്നം. അപ്പോൾ രാഷ്ട്രീയ വൈരം കൊണ്ടാണ് ഈ പ്രചരണമൊക്കെ നടത്തുന്നത്. ഓരോ തവണ മാറി ഈ വാദങ്ങൾ വരികയാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എങ്ങനെ ഉണ്ടായി. ഇത് LDF സർക്കാരിൻ്റെ കളിക്കളം പദ്ധതിയിൽ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, 2ാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ എൻ്റെ കളിക്കളം പദ്ധതി പ്രഖ്യാപിക്കുകയും അതിലേക്ക് വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് സേവ്യർ ചിറ്റലപ്പള്ളി MLA ആവശ്യപ്പെട്ടതിൻ്റെ ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതി നമുക്ക് ലഭിക്കാനുണ്ടായത്. പദ്ധതിയുടെ പ്രാരംഭ ദിശയിൽ തന്നെ ലഭിച്ച പദ്ധതിയാണിത്. അപ്പം ഇത് വ്യക്തമായ ചർച്ചകളോട് കൂടിയേ നടപ്പിലാക്കാൻ കഴിയൂ എന്നുള്ളത് ഉത്തമ ബോധ്യം. അങ്ങനെ തന്നെ വേണമെന്നുള്ളതുകൊണ്ടാണ് വിവിധ യോഗങ്ങൾ അവിടെ വിളിച്ചു ചേർത്തത്. ഗ്രൗണ്ട് സന്ദർശിച്ചു, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ ആളുകൾ വന്ന് സന്ദർശിച്ചു, മാധ്യമപ്രവർത്തകരെല്ലാം ഇതിലുണ്ടായിരുന്നു. 2 യോഗങ്ങൾ അവിടെ വിളിച്ചു. 2 യോഗങ്ങൾ വിളിച്ച് വിശദീകരിച്ചു. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ പിന്നെ സംഘാടക സമിതിയിൽ ഇത് വിശദീകരിച്ചു. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചു. ഇതെല്ലാം നടക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും അവിടെ ഉണ്ട്. എന്നിട്ട് ഞങ്ങളോട് വിശദീകരിച്ചില്ല എന്ന് പറയുന്നതിലെ പൊള്ളത്തരം മനസ്സിലാക്കാൻ എല്ലാവരും തയ്യാറാകണം. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പങ്കെടുത്ത യോഗങ്ങളുടെ മിനിറ്റ്സ് നമ്മൾ പുറത്തുവിട്ടത്. അപ്പം അത് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നപ്പോൾ ഉണ്ടായ വിഷമം, അത് പൊതുസമൂഹത്തിന് മുന്നിൽ വികസന മുടക്കികൾ എന്നുള്ള രീതിയിൽ വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ കുറച്ച് നാളായി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ്. വീട് മുടക്കിയ ഒരു MLA ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വൈര്യം കൊണ്ട് LDF നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ LDFൻ്റെ MLA നടപ്പിലാക്കുന്നു, നഗരസഭ LDF ഭരിക്കുമ്പോൾ ഇത് നടപ്പിലാവുന്നു എന്നുള്ള രാഷ്ട്രീയ വൈരം മാത്രമാണ് ഈ പൊതുവികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ഉള്ളത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവുമില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് വന്നപ്പോൾ ഒരു സഹതാപം പറ്റാൻ വേണ്ടി നടത്തുന്ന നുണപ്രചരണങ്ങൾ മാത്രമാണിത്. ജനങ്ങൾ തള്ളിക്കളയും. അല്ല, കേസ് എന്താണെന്ന്, കേസിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. കേസ് കൊടുത്തതായിട്ട് അവർ ചാനലുകളിലൂടെ പറയുന്നു എന്നുള്ളതല്ലാതെ മറ്റു നടപടികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കേസാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അതിന് മറുപടി എന്നോണം വരുന്ന കേസുകൾ ആ നിലയിൽ തന്നെ നേരിടുന്നുണ്ട്. അതിൻ്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. പക്ഷെ പരാതിയുണ്ട്, ഉദ്യോഗസ്ഥൻ്റെ പരാതിയുണ്ട്. ഉദ്യോഗസ്ഥൻ്റെ പരാതി നിലനിൽക്കുകയാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രൊജക്ട് എഞ്ചിനീയറുടെ പരാതിയുണ്ട്.
DPR എന്നുള്ള രീതിയിൽ അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഗ്രൗണ്ട് ഉയർത്തി വെള്ളം ഇപ്പോൾ ഏത് ദിശയിലാണോ ഒഴുകി പോകുന്നത് ആ ദിശയിലൂടെ ഒഴുകി പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനത്തോടു കൂടി തന്നെയാണത്. അത് വിശദീകരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ യോഗത്തിൽ ഇപ്പോൾ ഈ മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ DYFIക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾക്കെതിരെ സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ടാണ് ഗ്രൗണ്ടിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. പക്ഷേ അവിടെ ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഈ യോഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ യോഗങ്ങളിൽ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞില്ല എന്നുള്ള പ്രശ്നം ഉന്നയിക്കുന്ന ആളുകൾ പങ്കെടുത്തിട്ടുമുണ്ട്. അതാണ് അതിലെ പോയിന്റ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.